ചേട്ടന്റെ നിഴല് പോലെയാ ഞാൻ ഇത്രയും നാളുണ്ടായിരുന്നത്. ആ മനസ്സെനിക്ക് വായിക്കാൻ പറ്റും. ഞങ്ങളെ വിട്ടു പോകുന്നതിന്റെ നീറ്റല് പുറത്ത് കാണിക്കാതെയാ പ്രിയൻചേട്ടൻ പെരുമാറുന്നത്. പക്ഷെ എനിക്കത് മനസ്സിലാവും. ഇത്രയും വിഷമം ഉള്ളിലൊതുക്കി എന്തിനാ പോകുന്നത്? ആർക്കു വേണ്ടിയാ പ്രിയൻചേട്ടൻ ഇത് ചെയ്യുന്നത്? ഞാനിത് ചെയ്യുന്നത് എനിക്ക് വേണ്ടിയാ. കുറച്ചു ദിവസം ഒരുമിച്ച് ഒരു മുറിയിൽ കഴിഞ്ഞു എന്ന് കരുതി എന്നെക്കുറിച്ച് എല്ലാം മനസ്സിലാക്കാൻ പാറുവിന് കഴിയില്ല. നിങ്ങളെയൊക്കെ വിട്ടുപോകുന്നതിന്റെ വിഷമം എനിക്കുണ്ടെങ്കിലും അതെന്റെ കുടുംബത്തിന്റെ നല്ലതിനു വേണ്ടിയാണെന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. നാളെ രാവിലെ കൈലാഷ് സാറ് തന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ വരും. വേഗം ഉറങ്ങിക്കോ. എനിക്ക് രാവിലെ എഴുന്നേറ്റ് കുറെ ജോലിയുണ്ട്. ശരി, പ്രിയൻചേട്ടൻ മനസ്സ് മാറ്റില്ലാന്ന് ഉറപ്പിച്ച സ്ഥിതിക്ക് ഇനി ഞാനൊന്നും പറയുന്നില്ല. പക്ഷെ പോകുന്നതിന് മുൻപ് എനിക്ക് എന്റെ ഗന്ധർവനെ തിരിച്ചു തരണം. പ്രിയൻചേട്ടന്റെ മീതെ എനിക്കൊരു അവകാശം ഉണ്ടാവില്ല. പക്ഷെ ഗന്ധർവന്റെ മീതെ എനിക്ക് മാത്രമേ അവകാശമുള്ളൂ. ഞാൻ ഒരിക്കലും ഗന്ധർവനെ മറക്കുകയോ കൈവിടുകയോ ഇല്ല. ഈശ്വര, ഞാനാണ് ഗന്ധർവനെന്ന് പാറു കണ്ടുപിടിച്ചോ? പാറു എന്താ ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. പ്രിയൻചേട്ടന്റെ കയ്യില് ഗന്ധർവൻ എനിക്ക് അയച്ച കത്തുകളും സമ്മാനങ്ങളും ഒക്കെ ഇല്ലേ? അതെനിക്ക് തിരിച്ചു വേണം. പ്രിയൻചേട്ടൻ എന്തായാലും നാട് വിട്ട് പോവല്ലേ? ഇനിയും അത് ഇവിടെ സൂക്ഷിക്കുന്നതിൽ അർത്ഥമില്ല. ഇപ്പൊ അതൊക്കെ എന്തിനാ പാറു? അതെന്തിനാ ഞാൻ പ്രിയൻചേട്ടനോട് പറയുന്നത്? എന്നോട് സത്യം മാത്രമാണോ പ്രിയൻചേട്ടൻ പറയുന്നത്? അതെനിക്ക് കിട്ടിയ സാധനങ്ങളാ. അതെനിക്ക് തന്നെ തിരിച്ചു വേണം. ഗന്ധർവൻ കാരണം പാറുവിന് എന്തൊക്കെ പ്രശ്നങ്ങളാ ഉണ്ടായത്? അതൊക്കെ ഞാൻ ഓർമ്മിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. ആ സാധനങ്ങളെല്ലാം വാങ്ങിയിട്ട് താൻ എന്താ ചെയ്യാൻ പോകുന്നത്? അതൊക്കെ പ്രിയൻചേട്ടൻ എന്തിനാ അന്വേഷിക്കുന്നത്? എനിക്ക് എന്താ സംഭവിച്ചാലും പ്രിയൻചേട്ടൻ എന്താ കുഴപ്പം? നിങ്ങൾ സമാധാനായിട്ട് ബംഗ്ലാദേശിലേക്ക് പോയാ പോരെ? എനിക്ക് ആ സാധനങ്ങളെല്ലാം ഇപ്പൊ തന്നെ കിട്ടിയേ പറ്റൂ. പാറുവിന്റെ എന്റെയും ചെയിനുകൾ ഒരുമിച്ചാ വച്ചിരിക്കുന്നത്. ഇപ്പൊ അതെടുത്ത് കൊടുത്ത പാറു ഞാനാണ് ഗന്ധർവനെന്ന് മനസ്സിലാക്കും. അതിപ്പോ ഇവിടെ ഇല്ല. എന്നാൽ എവിടെയാണെന്ന് പറയേ, ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിച്ചോളാം. ഗന്ധർവൻ എനിക്ക് തന്നതെല്ലാം തിരിച്ചു കിട്ടാതെ ഞാൻ ഈ വീട് വിട്ട് പോവില്ല. പാറു, അമ്മയുടെ കൈയിൽപ്പെട്ട പ്രശ്നമാവെന്ന് കരുതി ഞാൻ അതെല്ലാം എടുത്ത് ഒളിപ്പിച്ചു വെച്ചിരിക്കുക. ഇപ്പൊ അതെടുക്കാൻ പോയാ അമ്മയുടെ മുന്നിൽ പെട്ടുപോകും. രാവിലെ ഞാൻ അതെല്ലാം എടുത്തിട്ട് പാറുവിന് തരാം. പോരെ? ഇപ്പൊ കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങാൻ നോക്ക്. വിശക്കുന്നില്ലെന്ന് പറഞ്ഞില്ലേ? ഇങ്ങനെ ബാക്കിയുള്ളവരെല്ലാം ബുദ്ധിമുട്ടിക്കുന്നതില് എന്ത് സന്തോഷമാണോ കിട്ടുന്നത്? ഇങ്ങനെ ഉണ്ടാക്കുന്ന കാശുകൊണ്ട് സുഖമായിട്ട് ജീവിക്കാൻ കഴിയൂ?